Good morning to all. Welcome to Bosco Campus Vision, the YouTube channel of Don Bosco College, Kottayam. This is Asha SP, Assistant Professor of PG Department of Commerce. So, we are on the 32nd lecture of Income Tax Administration. So, we are dealing with Module 1, Appeals and Revisions. So, in the last class, we have discussed about what is the meaning of the term appellate authority and who are the members of appellate authorities and the fees regarding filing of appeal with the appellate authority. Today, we are going to discuss about a most important portion, that is the orders of appellate tribunal. The orders passed by the appellate tribunal. Okay. So, അതുമായിട്ട് related ആയിട്ടുള്ള provisions ആണ് നമ്മൾ ഇന്ന് discuss ചെയ്യാൻ പോകുന്നത്. The provisions relating to orders of appellate tribunal, which is defined under section 254 of the Income Tax Act of 1961. The provisions relating to orders passed by the appellate tribunal defined under section 254 of the Income Tax Act of 1961. Okay. So, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പറയാം. This first one is after being an opportunity of being heard, after giving an opportunity of being heard, the appellate authority shall pass the orders as it thinks fit. അതായത് both the parties എന്ന് ഇവിടെ പറയുമ്പോൾ both the Commissioner of Income Tax as well as the assessee, രണ്ടുപേരുടെയും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ഭാഗം കേട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. സോ ആഫ്റ്റർ ഗിവിംഗ് ബോത്ത് ദ പാർട്ടീസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, ദി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഷാൽ പാസ് ദി ഓർഡേഴ്സ്, ദി ഫൈനൽ ഓർഡേഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് the decision shall be if there is any mistake found in the order. If there is any mistake found in the order, then it shall be rectified by the appellate tribunal within 6 months from the end of the period in which the final order is passed. എന്നാണ് ഓർഡർ പാസ് ആക്കിയത് അതിനുശേഷം 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും അമെൻമെന്റ്സ്, എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ചേഞ്ചസ് ആർക്ക് വരുത്താം, appellate ട്രിബ്യൂണലിന് വരുത്താം. And the mistake has been brought to it by either by the assessee or by the Commissioner of Income Tax. ആർക്ക് വേണമെങ്കിലും ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാം. സോ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നാണ് ഫൈനൽ ഓർഡർ പാസ്സാക്കിയത് അതിനുശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ ആ മിസ്റ്റേക്ക് appellate ട്രിബ്യൂണൽ റെക്ടിഫൈ ചെയ്തിരിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റ്. And the third one is ഇനി ഇങ്ങനെ റെക്ടിഫൈ ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യണം, ആഫ്റ്റർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ടു ദി അസസി, ആഫ്റ്റർ ബീങ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ടു ദി അസസി, the amendment has been made by the appellate tribunal, and the amendment has the effect of enhancing an assessment and or reducing the refund. അസസ്മെന്റ് അതായത് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താം, അസസ്മെന്റിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. ബട്ട് ആൻഡ് റെഡ്യൂസിങ് ദി എമൗണ്ട് ഓഫ് റീഫണ്ട്, എന്തെങ്കിലും റീഫണ്ടിനെ കുറിച്ചാണ് അസസ്മെന്റിൽ പറയുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ റീഫണ്ട് കുറയ്ക്കാനും ഉള്ള അമെൻമെന്റ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ എടുക്കാം. പക്ഷേ എന്തിനു ശേഷം മാത്രം, ആഫ്റ്റർ ഗിവിംഗ് ദി അസസി ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് heard. Are you clear? Then the next one is the order must be the final order, rectification along കഴിഞ്ഞ് the final order must be passed by the appellate tribunal within 4 years from the end of the financial year in which such order is passed. Such order is received by the appellate tribunal. അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ ഓർഡറിൽ അസസിംഗ് ഓഫീസ് അസസി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം ടു ദി അപ്പല്ലറ്റ് ട്രിബ്യൂണൽ. ഇനി എന്നാണോ ആ ഓർഡർ അവരുടെ കയ്യിൽ കിട്ടുന്നത്, ആ കയ്യിൽ കിട്ടി 4 വർഷത്തിനുള്ളിൽ തന്നെ ഫൈനൽ ഓർഡർ പാസ് ആക്കിയിരിക്കണം. ആൻഡ് ദി അപ്പല്ലറ്റ് അതോറിറ്റി ഷാൽ ഡിസ്പോസ് സച്ച് ഓർഡർ. ഓക്കെ, നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പോസ് സച്ച് ഓർഡർ. ഓക്കെ, ആൻഡ് ദ ഡിസ്പോസൽ ഓഫ് ദ ഓർഡർ മസ്റ്റ് ബി മെയ്ഡ് within a period of, and the assessee can claim a period of stay, can make an application relating to period of stay. അതായത് എന്ത് ചെയ്യാം, അസസിക്ക് അവിടെ ആ പർട്ടിക്കുലർ വിധി അല്ലെങ്കിൽ ഓർഡർ സ്റ്റേ ചെയ്യണമെങ്കിൽ അസസിക്ക് അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഒരു
ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ദാറ്റ് മീൻസ് അതെന്താണ്, ആ പീരീഡ് എത്ര ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, 180 ഡേയ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഇനി പുതിയ ഓർഡർ അപ്പീൽ ട്രിബ്യൂണലിൽ പാസ് ആക്കണമെങ്കിൽ നമ്മൾ 4 വർഷത്തെ കേസ് ഓൾറെഡി പറഞ്ഞു. ഇനി 4 വർഷത്തിന് ശേഷം SSCക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഓർഡർ SSCക്ക് സ്റ്റേ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് a period of not less than 180 days shall be given by the appellate tribunal to the SSC. ഇനി ആ പെർട്ടിക്കുലർ പീരീഡിൽ കേസ് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫർദർ പീരീഡ് ഓഫ് സ്റ്റേ ഷാൽ ബി എക്സ്റ്റെൻഡഡ് ടു ദി SSC. എന്ത് ചെയ്യുക, അപ്പോഴും SSCക്ക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഫർദർ പീരീഡ്, ദാറ്റ് മീൻസ് നോട്ട് ലെസ് ദാൻ എ പീരീഡ് ഓഫ് 365 days shall be given to the SSC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എല്ലാം ആര് വഹിച്ചിരിക്കണം? ദ കോസ്റ്റ് ഓഫ് ദി ട്രിബ്യൂണൽ റിഗാർഡിംഗ് ദി അപ്പീൽ ഷാൽ ബി ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രിബ്യൂണൽ. അതൊക്കെ എന്തൊക്കെ കോസ്റ്റ് ആവും, അത് ആര് വഹിക്കണമെന്നല്ല, അത് ട്രിബ്യൂണലിൻ്റെ ഓർഡറാണ് അല്ലെങ്കിൽ ഫൈനൽ order. Are you clear? Then the cost of the tribunal shall be the discretion of the tribunal. Okay, then the copy of the order must be sent to Principal Chief Commissioner of Income Tax, Chief Commissioner of Income Tax, or Principal Commissioner of Income Tax, or Commissioner of Income Tax, and to the SSC or appellate. Okay, if there is any mistake brought into by the SSC and to the tribunal, then he shall fine an amount of ₹50 to the. എന്തെങ്കിലും മിസ്റ്റേക്ക് SSC നോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 50 രൂപയും കൂടെ അടച്ചിട്ട് ആ മിസ്റ്റേക്ക് SSCക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. To the appellate tribunal, then the order passed by the appellate tribunal shall be final under section 254. The order passed by the appellate tribunal shall be final. So that's all about with the provisions relating to order passed by the appellate tribunal. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഫൈനൽ ഓർഡർ പാസ്സാക്കിയിരിക്കണം. പാസ്സാക്കുന്നത് 4 വർഷത്തിനുള്ളിലായിരിക്കണം. ഓക്കെ, അല്ലെ ഫൈനൽ 4 വർഷത്തിനുള്ളിൽ ഫൈനൽ ഡേ ഉണ്ടായിരിക്കണം. സോ ഈ 4 വർഷത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഇനി SSCക്ക് വീണ്ടും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് സ്റ്റേക്ക് അപ്ലൈ ചെയ്യാം. പീരീഡ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 180 ഡേയ്സ് ആയിരിക്കും. ആ പീരീഡിലും SSCക്ക് സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും എവിഡൻസ് ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനില്ല പറ്റുന്നില്ലെങ്കിൽ എന്താ പറയുക, വീണ്ടും ഒരു പീരീഡ് ഓഫ് സ്റ്റേ കൊടുക്കുക, നോട്ട് ലെസ് ദാൻ എ പീരീഡ് ഓഫ് 365 days, and the appellate tribunal shall take the final decision, and the decision taken by the appellate tribunal shall be final. So that's all about the provisions relating to order of the appellate tribunal. So that's all about with today's class. നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ particular portion കേൾക്കുക, ഇതിനെ ഒരു പ്രാവശ്യം എഴുതി എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. So that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.